ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വിഭജന ഭീതി ദിനാചരണത്തിനുള്ള സർക്കുലർ മയപ്പെടുത്തി കേരള സർവകലാശാല. അധികൃതരുടെ അനുമതിക്ക് ശേഷം അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് പുതിയ സർക്കുലർ. സർക്കുലർ പുറത്തിറക്കിയത് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മാത്രമെന്നും സർവകലാശാലയുടെ വിശദീകരണം. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. ഗോപാൽ ശീലാസനൽ, പ്രതിഷേധം ആഹ്വാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നാലെ ഒരു മയപ്പെടുത്തൽ കാണുന്നു. എന്താണ് നടന്നത് ഇതിനിടയിൽ? സുജയ, ഈ വിഷയത്തിൽ ഇപ്പോൾ എല്ലാം ചെയ്തത് വൈസ് ചാൻസലറാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് കേരള സർവകലാശാല എന്ന് വേണം പറയാൻ. കാരണം ഈ വിഭജന ഭീതി ദിനാചരണത്തിനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ അതിന് ആദ്യ ഐക്യദാർഢ്യം നൽകിയത് കേരള സർവകലാശാലയായിരുന്നു. ആദ്യമായി സർക്കുലർ പുറത്തിറക്കിയതും കേരള സർവകലാശാലയായിരുന്നു. ഈ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയറക്ടർ ബിജു ആണ് ഈ ഉത്തരവ് പുറത്തിറക്കിയതും. അദ്ദേഹം ഇടത് അധ്യാപക ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയായിരുന്നു. അക്കാര്യമടക്കം സൂചിപ്പിച്ചുകൊണ്ട് വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ISFA അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോഴാണ് ഈ ഉത്തരവ് അല്ലെങ്കിൽ സർക്കുലർ മയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും രണ്ടാമതൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാരണം, ഈ സർക്കുലർ പുറത്തിറക്കിയതിന് പിന്നാലെ, അതായത് വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് സർക്കുലർ പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ കോളേജുകളിൽ നിന്നും ഫോൺ മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും വലിയ ആശങ്കയും ചോദ്യങ്ങളും കോളേജ് മാനേജ്മെന്റും അധികൃതരും ചോദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് മറുപടികൾ നൽകി സർവകലാശാല ഈ ഘട്ടത്തിൽ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു മയപ്പെടുത്തലിലേക്ക് പോകുന്നത്. കാരണം നേരത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് പൂർണ്ണമായും എതിർക്കുന്ന, അതായത് ഈ ദിനാചരണത്തെ പൂർണ്ണമായി എതിർക്കുന്ന നിലപാട് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലപാട് പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സ്വന്തം അധികൃതരുമായും അതുമായി ബന്ധപ്പെട്ട സ്വന്തം നിലപാടനുസരിച്ചും തീരുമാനമെടുക്കാം. അതായത് വേണമെങ്കിലൊക്കെ നടത്തിയാൽ മതി, ഞങ്ങളൊന്ന് പറയുന്നതേ ഉള്ളൂ, പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണിപ്പോൾ ഈ വിഷയത്തിൽ കേരള സർവകലാശാല. സർക്കുലർ പുറത്തിറക്കിയത് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞ് മയപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി പറയാനുള്ളത് ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് ഈ മയപ്പെടുത്തൽ എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്.